നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു ഗട്ടറിലൂടെയും ഒരു ഹമ്പിലൂടെയും എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഡ്രൈവ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. പലരും വാഹനം ഓടിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഹമ്പ് വരുന്ന സമയത്തും അതുപോലെ വാഹനം ഓടിക്കാൻ ഡ്രൈവ് ചെയ്യാൻ പേടിയാണ്. ഹമ്പ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഒരു ഹമ്പ് നമ്മൾ കയറ്റി ഇറക്കേണ്ടത്, ഏത് ഗിയറിലാണ് ഹമ്പ് കയറ്റി ഇറക്കേണ്ടത് എന്ന് പലർക്കും ധാരണയില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് ഒരു ഹമ്പിലൂടെ ഏത് ഗിയറിൽ നമുക്ക് ഡ്രൈവ് ചെയ്യണം, നമ്മൾ 4ാമത്തെ ഗിയറിലോ 5ാമത്തെ ഗിയറിലൊക്കെ വരുന്ന സമയത്ത് ഒരു ഹമ്പ് വരുന്ന സമയത്ത് ഏത് ഗിയറിലാണ് ആ ഹമ്പ് നമ്മൾ കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഗട്ടർ വരുന്ന സമയത്ത് ഏത് ഗിയറിലാണ് നമുക്ക് കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായി കാണുക. അതുപോലെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെടുക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതായത് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പം ഒരു 5ാമത്തെ ഗിയറിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു 4ാമത്തെ ഗിയറിലായിരിക്കാം, ഒരു 3ാമത്തെ ഗിയറിലായിരിക്കാം. ഏത് ഗിയറിലായാലും നമ്മളിപ്പോൾ ഒരു ഹമ്പ് വരുന്നു. നമ്മൾ ഹമ്പ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഒരു 10 അടിക്കുന്ന മുമ്പായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ വണ്ടി സ്ലോ ചെയ്യുക. വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് നമ്മൾ 3ാമത്തെ ഗിയറിൽ 4ാമത്തെ ഗിയറിൽ 5ാമത്തെ ഗിയറിൽ നമ്മൾ ക്ലച്ച് ചവിട്ടിക്കൊണ്ടല്ല സ്ലോ ചെയ്യേണ്ടത്. നമ്മൾ ആ ബ്രേക്കിൽ നമ്മൾ സ്ലോ ചെയ്യുക, വാക്കിങ്ങിന്റെ സ്പീഡ് വരെ ആക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടി നമ്മൾ സെക്കൻഡ് കൊടുക്കുക. സെക്കൻഡ് കൊടുത്തോണ്ട് എന്ത് ചെയ്യണം, ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുക. അപ്പൊ മെല്ലെ കാലെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഹമ്പ് കയറുന്ന സമയത്ത് എന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് കാലെടുത്തുകൊണ്ടേ ഇരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഹമ്പിന്റെ അവിടെ വരുന്നുണ്ട്, ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയില്ല, ബ്രേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയില്ല, എന്ത് സംഭവിക്കും, നമുക്ക് കറക്റ്റായിട്ട് ബാക്കിലെ വീൽ എന്ത് ചെയ്യത്തില്ല, കറക്റ്റായിട്ട് കയറി പോകത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ഹമ്പ് വരുന്നു. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ട, ഇതൊരു ഹമ്പ് എന്ന് വിചാരിക്കുക. നമ്മളൊരു വണ്ടിയാണിത്. നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ 5ാമത്തെ ഗിയറിലായിരിക്കും. ഈ 5ാമത്തെ ഗിയറിൽ ഇവിടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ സ്ലോ ചെയ്തുകൊണ്ട്, അതായത് നമ്മൾ ബ്രേക്കിൽ സ്ലോ ചെയ്തുകൊണ്ട് വാക്കിങ്ങിന്റെ സ്പീഡ് ആക്കണം. ആ വാക്കിങ്ങിന്റെ സ്പീഡ് ആകുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ആക്കി കൊടുക്കുക. സെക്കൻഡ് ആക്കിയിട്ട് എന്ത് ചെയ്യണം, ബ്രേക്കിൽ നിന്ന് മെല്ലെ കാല് മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുത്താലേ എന്ത് ചെയ്തുള്ളൂ, ബാക്കിലെ വീലും കറക്റ്റ് ആയിട്ട് കയറി പോകത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഇവിടെ വരുന്ന ബ്രേക്ക് ചവിട്ടി ഹമ്പ് കാണുമ്പം ഫ്രണ്ടിലെ വീൽ ഇറങ്ങുമ്പോൾ ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് ഇറങ്ങിയിട്ട് ബ്രേക്കിൽ നിന്ന് മാറ്റാതെ ഹമ്പ് കടിച്ചിട്ട് ബ്രേക്കിൽ നിന്ന് മാറ്റാം എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും, ബാക്കിലെ വീല് കറക്റ്റായിട്ട് കയറി ഇറങ്ങത്തില്ല. അതുപോലെ ഈ വണ്ടി ഇരിക്കുന്നവർ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് അറിയും. വണ്ടി ഇരിക്കുന്നവർ വണ്ടി കുലുങ്ങാതെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഹമ്പ് ചാടിക്കുക. അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടുന്ന് വരുന്ന സമയത്ത് വാക്കിങ്ങിന്റെ സ്പീഡ് ആക്കിയിട്ട് എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടിക്കൊണ്ട് സെക്കൻഡ് ആക്കി ബ്രേക്ക് നമ്മൾ ഫസ്റ്റ് വീൽ ഇറങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യാം, ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്ന് എടുത്തു തുടങ്ങണം. ആ ക്ലച്ചിൽ നിന്ന് എടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കറക്റ്റ് ആയിട്ട് ആ ഹമ്പ് ബാക്കിലെ വീലും കയറി ഇറങ്ങത്തുള്ളൂ. അപ്പൊ സെക്കൻഡ് ഗിയറിൽ തന്നെ വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഹമ്പ് എടുത്ത് ചെയ്യണം. അല്ല നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്. കാരണം നമ്മൾ നടക്കുന്ന സ്പീഡ് എന്നാണ് നമ്മൾ സെക്കൻഡ് ഗിയറിന് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിൽ കൂടുതൽ നമ്മൾ സ്പീഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടിയിൽ ഇരിക്കുന്നവർ അറിയുകയും ചെയ്യും, ജെർക്കിങ് ഉണ്ടാവും, വണ്ടിക്ക് സ്പീഡ് കൂടി പെട്ടെന്ന് നമുക്ക് എടുത്ത് ചാടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് നടക്കുന്ന സ്പീഡ്, ആ വണ്ടി നിന്നിട്ടുമല്ല, അപ്പൊ നടക്കുന്ന സ്പീഡേ ഉള്ളത് എന്തിന്, സെക്കൻഡ് ഗിയറിന്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഹമ്പ് ചാടുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ സെക്കൻഡ് ഗിയറിൽ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. സെക്കൻഡ് ഗിയർ ഇടുക, എന്ത് ചെയ്യണം, മെല്ലെ നമ്മൾ ആ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുത്ത് ഹമ്പ് ചാടുമ്പോഴത്തേന് ക്ലച്ചിൽ നിന്ന് കാലെടുത്തിരിക്കണം. എന്നാലും മാത്രമേ കറക്റ്റായിട്ട് ചെയ്തില്ല, ബാക്കിലെ വീലും കറ ഇറങ്ങത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു ഗട്ടറും. ആ ഗട്ടറിലൂടെ നമ്മൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ തന്നെ മൊത്തം എടുത്തുകൊണ്ട് ക്ലച്ചിൽ നിന്ന് എടുക്കാം. ക്ലച്ചിൽ ഇങ്ങനെ എന്ത് ചെയ്യണം, ഈ ഒരു രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ക്ലച്ച് താഴെയായി പോയത്, കാരണം നിങ്ങൾ ഹമ്പ് വരുന്ന സമയത്ത് ചിലർ എന്ത് ചെയ്യും, ഈ ഗട്ടർ വരുമ്പോഴും ഹമ്പ് വരുമ്പോഴും എന്ത് ചെയ്യും, നിങ്ങൾ ക്ലച്ച് ചവിട്ടി വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഹമ്പ് കഴിയുമ്പോഴത്തേന് എടുക്കാൻ നോക്കും. ഈ ഹമ്പ് കഴിയുമ്പോഴത്തേന് എടുക്കാൻ നോക്കുമ്പോഴത്തേന് എന്ത് ചെയ്യും, വണ്ടി നിന്നോണ്ടാണ് എന്ത് ചെയ്യുന്നത്, വണ്ടി എപ്പോഴത്തേനും അങ്ങ് സ്ലോ ആയിപ്പോ. ആ സ്ലോ ആയി കഴിയുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ നിൽക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, വണ്ടി ഇടിച്ചിടിച്ച് വണ്ടി ഓഫ് ആയി പോകും. അപ്പൊ നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങളൊരു ഗട്ടർ വരുന്ന സമയത്ത് നിങ്ങൾ സ്ലോ ചെയ്തുകൊണ്ട്, ഏത് ഗിയറിൽ വന്നാലും സ്ലോ ചെയ്തുകൊണ്ട് സെക്കൻഡ് ഗിയർ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, ക്ലച്ചിൽ ഒരു പരുവത്തിന് ഇങ്ങനെ പ്രസ് ചെയ്ത് പതിയെ ക്ലച്ചിൽ വെച്ചോണ്ടിരിക്കുകയും ചെയ്യരുത്, പതിയെ പ്രസ് ചെയ്ത്. അതായത് നമുക്ക് താഴെ 0, മേളിൽ 100 ആണ് ക്ലച്ചിന്. അപ്പൊ ഒരു 50 വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ക്ലച്ചിന് അനക്കം വരുന്നത്. ഒരു 52, 53 ഇങ്ങനെ ഈ ഒരു രീതിയിൽ ക്ലച്ചിൽ തന്നെ അങ്ങനെ വെച്ചോണ്ടിരിക്കുകയും ചെയ്യരുത്. ആ ഒരു രീതിയിൽ തന്നെ ഒരുപാട് ക്ലച്ചിൽ നിന്ന് താഴോട്ട് പോകാതെ ഒരു 45-ും ഒരു 55-നും ഇടയിൽ ഇട്ട് എന്ത് ചെയ്യണം, ഈ ഒരു രീതിയിൽ തന്നെ വണ്ടി അറിയാതെ തന്നെ കട്ടറുകളൊന്നും അറിയാതെ തന്നെ എന്ത് ചെയ്യും,
വണ്ടി സ്ലോയിൽ ഇങ്ങനെ ആ ഗട്ടർ കയറി അങ്ങ് ഇറങ്ങി പോകുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് പേടി കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഗട്ടറിലും അതുപോലെ തന്നെ ഹമ്പുകൾ കാണുമ്പോൾ പേടി കൂടാതെ തന്നെ എന്ത് ചെയ്യാം, ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.